നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യർ അങ്ങനെ പാർട്ടി വിട്ടു. ഇത്രയും കാലം താൻ ജനാധിപത്യം തീരെയില്ലാത്തൊരു ഫാക്ടറിയിൽ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. ഇനി സ്നേഹത്തിൻ്റെ കടയിലേക്ക് എന്നാണ് സന്ദീപിൻ്റെ പ്രഖ്യാപനം. സന്ദീപ് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് BJPയുടെ ഉറച്ച നിലപാട്. ഒരു ബൂർഷ്വാ പാർട്ടി വിട്ട് മറ്റൊരു ബൂർഷ്വാ പാർട്ടിയിലേക്ക് പോയി എന്ന് മാത്രമേ ഈ സാഹചര്യത്തെ കാണേണ്ടതുള്ളൂ എന്ന് CPM-ഉം വിലയിരുത്തുന്നു. സന്ദീപ് ഇഫക്റ്റ് എന്ത് വ്യത്യാസമുണ്ടാക്കും പാലക്കാട്? ന്യൂസ് 18 പൊതുവേദി എന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, സന്ദീപ് വാര്യർ എന്തൊക്കെയായാലും BJPയുടെ ഒരു ശക്തനായ വക്താവായിരുന്നു. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു. പൊതുയോഗങ്ങളിൽ അദ്ദേഹം ശക്തമായി BJPക്ക് വേണ്ടി വാദിച്ചിരുന്നു. അങ്ങനെ ഒരാൾ പോകുന്നത് പാർട്ടിക്ക് ഒട്ടും ക്ഷീണമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മനസ്സർ നമസ്കാരം. നമസ്കാരം. ഇത് പ്രസ്ഥാനം സംഘപരിവാറാണ് സാർ. അതുകൊണ്ട് സംഘപരിവാറിലെ പ്രസ്ഥാനത്തിന്റെ അത് ഉത്ഭവിക്കുന്ന കാലത്ത് വിരലുകണ്ണാകുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഉമാഭാരതി. കാരണം ഓർമ്മയുണ്ടോ ഉമാഭാരതി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത്? എന്നിട്ട് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു സാർ? ഉമാഭാരതി പോയിട്ടുണ്ടാവാം, കല്യാൺ സിംഗ് മടങ്ങിയിട്ടുണ്ടാകാം, അങ്ങനെ ഒരുപാട് സിംഗുമാരൊക്കെ പോയി. പക്ഷേ അതൊക്കെ ചെറിയ തോതിലെങ്കിൽ ചെറിയ തോതിൽ അവർക്ക് ഒരു ശക്തി അവരെ ബാധിക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? അല്ല സാർ, ഇനി നമ്മൾ അങ്ങ് ദേശീയ തലത്തിൽ പോകണ്ട സാർ. നമ്മളെ കേരളത്തിലേക്ക് വരാം. കണ്ണൂർ ജില്ലയിലെ വാസുമാഷും അശോകൻ സാറും അവരൊക്കെ പോയില്ലേ സാർ? വാസുമാഷൊക്കെ ആരായിരുന്നു സാർ? ഒക്കെ വാസുമാഷ് പുലിക്കുട്ടി ആയിരുന്നില്ലേ? ആ സ്ഥാനത്ത് സന്ദീപ് വാര്യർ ആരാണ് സാർ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും അദ്ദേഹം പുലിക്കുട്ടിയാണെന്ന് നിങ്ങൾ തന്നെ പലതവണ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വെച്ച ഒരു പടമാണ് സന്ദീപ് വാര്യർ. ഇപ്പൊ ഇതെങ്ങനെ പെട്ടെന്ന് എലിക്കുട്ടിയായത്? അല്ലല്ലല്ല, പടമാളിനെ കുട്ടി ഞാൻ പറയുന്നത് വാക് സാമർത്ഥ്യം കൊണ്ട് ആളുകളെ കൈവശം പെടുത്താനൊക്കെ കഴിവ് സന്ദീപ് വാര്യർക്ക് ഉണ്ട്. പക്ഷെ സംഘപരിവാർ പ്രസ്ഥാനത്ത് നിന്ന് സന്ദീപ് വാര്യർ അല്ല നാളെ അത് ശ്രീ ബാലകൃഷ്ണൻ പോയാലും സംഘപരിവാർ പ്രസ്ഥാനത്തിനുണ്ട് അടിത്തറ. അതിപ്പോ ഏത് പ്രസ്ഥാനത്തിനാണ് ഇല്ലാത്തത്? CPM-ന്ന് എത്രയോ ആളുകൾ പോയില്ലേ? CPM-ന്ന് എത്രയോ ആളുകൾ BJPയിലേക്ക് വന്നില്ലേ? എന്നിട്ട് CPM ഇന്ന് ഈ നാട് ഭരിക്കുന്നില്ലേ? കോൺഗ്രസിൽ നിന്ന് എത്രയോ ആളുകൾ പോയില്ലേ? കോൺഗ്രസ് ഇപ്പോഴും ഇല്ലേ? അങ്ങനെ ജനതാദളിൽ നിന്ന് എത്രയോ ആളുകൾ പോയില്ലേ? ജനതാദൾ ഉണ്ടല്ലോ. അങ്ങനെ ആളുകൾ പോകുന്നത് കൊണ്ട് ഒരു പാർട്ടി അപ്പാടെ തകർന്നു പോകുമെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല. പക്ഷെ ആളുകൾ പോകുന്നതിന്റെ സൂചന എന്ത് എന്നതാണ് അവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്നുമില്ല, അധികാര മോഹം തലക്ക് പിടിച്ച് ഭ്രാന്തായിട്ട് പോകുന്നു മാത്രമേ വിലയിരുത്താനുള്ളൂ. മറ്റു സന്ദീപ് വാര്യർക്ക് കൊടുക്കേണ്ട എല്ലാ ഇതും കൊടുത്തിരുന്നതിന് RSSന്റെ പ്രമുഖനായ നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സമ്മേളനത്തിൽ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ അങ്ങനെ ധിക്കാരത്തിനൊന്നും ഭയങ്കര ഒരു പ്രസ്ഥാനമൊന്നല്ല സംഘപരിവാർ. പക്ഷെ സന്ദീപ് വാര്യർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. കരിവന്നൂരും കൊടകരയും വെച്ചുമാറി ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായില്ല. ഇതൊക്കെ BJPയെ പ്രതിരോധത്തിലാക്കുന്ന വാക്കുകളാണ്. പ്രതിരോധത്തിലായിക്കോട്ടെ സാർ, അദ്ദേഹം കോൺഗ്രസിലല്ലേ? തെരഞ്ഞെടുപ്പ് നടക്കുവാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ തെളിവുകൾ കൊണ്ടുവരട്ടെ. ശരി, വ്യക്തമാണ് താങ്കളുടെ. സംഘപരിവാർ പ്രസ്ഥാനത്തിന് കഴിവുണ്ട്. പക്ഷെ ഒറ്റൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം മുങ്ങുന്ന കപ്പലിലേക്ക് എടുത്ത് ചാടിയത് അദ്ദേഹം തന്നെ ദുഃഖിക്കേണ്ടി വരും. ആരെങ്കിലും പോവും സാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ? ഇന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷമല്ലേ കപ്പലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സംസ്ഥാനത്തെ പ്രതിപക്ഷമല്ലേ, ഈ രാജ്യത്തെ പ്രതിപക്ഷമല്ലേ? പ്രാവശ്യം കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നൊരു വിചാരമുണ്ടോ കോൺഗ്രസുകാർക്ക്? അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? അല്ല, വന്നില്ലെങ്കിലും അവർ ഈ നാട്ടിലെ ഈ കേരളത്തിലെ പ്രതിപക്ഷമല്ലേ, ഈ രാജ്യത്തെ പ്രതിപക്ഷമല്ലേ? എന്ത് പ്രതിപക്ഷം സാർ? കേരളത്തിലെ പ്രതിപക്ഷം എന്ത് പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ, ട്രഷറി ബെഞ്ചിന് മറുവശത്തിരിക്കുന്നവർ, അങ്ങനെ ആളുകളില്ലേ? അപ്പൊ അവർക്കൊരു കരുണാകരന്റെ ഇതൊക്കെ ആയാലും VD സതീശൻ ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? സംസാരിച്ച സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനില്ല. അന്തസ്സല്ല. കോൺഗ്രസിന്റെ കാര്യം സാർ പറയുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥി ഇല്ലേ? സ്ഥാനാർത്ഥി ആരാ സാർ? കരുണാകരന്റെ ഭാര്യയെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. എത്ര ആൾക്കാരുണ്ട് കേരളത്തിൽ കോൺഗ്രസിൽ? മുങ്ങുന്ന കപ്പലാണ്. ശരി, ഓക്കെ.
പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ പ്രദീപ് തിരുവനന്തപുരത്താണോ അതോ വിദേശത്താണോ? ഇല്ല, തിരുവനന്തപുരത്തല്ല, ഇവിടെ തന്നെയാണ്. നമസ്കാരം മിസ്റ്റർ മനു. ഇപ്പൊ എവിടെയാണ്? അമേരിക്കയിലാണോ? ന്യൂയോർക്കിൽ തന്നെയാണ്. മനു, ഞാന് ഇവിടെ നിന്ന് ഉറക്കം എണീറ്റ് വിളിച്ച് സംസാരിക്കുന്നത് നാട്ടിലെ ഒരു ചായയുടെ സമയമാണ് ഇവിടുത്തെ നമ്മുടെ രാവിലെ. ഞാനിത് പറയാൻ കാരണം എന്നറിയാം മനു, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വാർക്ക് ചെയ്യുന്നുണ്ട്. പല കാരണം. ഇപ്പോ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്. അതിന് പ്രത്യേകിച്ച് എന്നെ പരിഹസിക്കണമെങ്കിൽ താങ്കൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പട്ടം ചാർത്തി തരണമെങ്കിലും താങ്കൾക്ക് അതിനുള്ള അവകാശമുണ്ട്. കാരണം യുവർ ആങ്കറാണ്. ഞാൻ പറയുന്നതേ, അല്ലാതെ AKG സെന്ററിൽ ഇരുന്ന് പരിപ്പോടെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഈ BJP-ക്കാർക്ക് മൊത്തം BJP-ക്കാര്, കോൺഗ്രസ്സുകാര്, ഇവർക്കെല്ലാം പട്ടം കൊടുക്കാൻ നിങ്ങൾ എന്താ കേട്ടോണ്ടിരിക്കണേ? ഇയാള് വന്ന് സ്ക്രൂട്ടണിയുടെ കഥ പറയും. ഇയാള് എന്തോ ഒന്ന് രണ്ട് എവിടെയെന്നോ നുള്ളിപ്പറക്കിയ കാര്യം വിട്ടിട്ട് മൊത്തത്തിൽ പരിഹസിക്കുക. ഇന്നലെ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇന്നലെ കേന്ദ്രം പൈസ കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു വിഷയം വെച്ച് ഇദ്ദേഹം BJP-ക്കാര് കേരളത്തിൽ പൈസ കൊടുത്തു, അതേപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഇയാൾ ഞങ്ങളൊക്കെ കൊടുക്കണ ഇയാൾ അറിഞ്ഞിട്ടാണോ? ഇവിടെ ഇന്നലെ ഞാൻ ഉണ്ടായില്ല, അതുകൊണ്ട് അതെ അല്ല അത് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ അത് മറ്റേ പുള്ളിക്കാരനായ ഇദ്ദേഹത്തിന് നല്ല വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇയാൾ പറഞ്ഞെല്ലാം കേട്ടോണ്ടിരിക്കും. എനിവേ ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾ പിരിച്ചു കൊടുത്ത ക്യാഷ് എത്രയെന്ന് ഞങ്ങൾക്കറിയാം. വ്യക്തിപരമായി ഞാൻ എത്ര കൊടുത്തു എന്നറിയാം. 5 പൈസ കൊടുക്കാത്ത ഈ അന്തംകമ്മികളാണ് ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. നാട്ടിലൊരു ദുരന്തം വരുമ്പോൾ വ്യക്തിപരമായി എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് BJP എന്നൊരു അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസ് എന്നുള്ള അടിസ്ഥാനത്തിലല്ല, മനുഷ്യൻ സഹജീവിക്ക് ചെയ്യുന്ന ഒരു സഹായം എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഇതാണ് ഇതിലുള്ള ഒരു കാര്യം. അയാളോട് അയാളെ കാര്യം പറയാൻ പറയൂ. അയാൾ മൊത്തത്തിലുള്ള കാര്യം പറയുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ എല്ലാം പറയും മറ്റുള്ളവരെ കുറിച്ച്. ഇയാളുടെ കാര്യം പറയുന്നേ. ഇയാളുടെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. കഴിയുന്നത്ര ഞാൻ 1 മിനിറ്റിനകത്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ മിസ്റ്റർ മനു, ഇതിനകത്ത് സന്ദീപ് വാര്യർ, ഞാൻ ഇന്നും പറയുന്നു, സന്ദീപ് വാര്യർ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, അറിവുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം എന്നെ സംബന്ധിച്ചുള്ള ഇദ്ദേഹം കോൺഗ്രസിൽ പോയത് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ഓപ്പർച്യൂണിറ്റി ഇദ്ദേഹത്തിനുണ്ട്, നല്ല അവസരങ്ങളുണ്ട്. ഒരു പക്ഷേ ഇദ്ദേഹത്തിന് നന്നായിട്ട് മുന്നോട്ട് വരാൻ കഴിയും. ഇത് സുരേന്ദ്രനെ പോലെയുള്ള BJP-യെ തകർക്കുന്ന രാഷ്ട്രീയം, കേരള രാഷ്ട്രീയത്തിലെ BJP-യെ തകർക്കുന്ന പല വ്യക്തികൾക്കും ഒരു മുന്നറിയിപ്പാണ്. മര്യാദയ്ക്ക് മറ്റുള്ളവരെ നന്നായി സംരക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോകും എന്നുള്ളത്. ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. എവിടെ നല്ലത്, ഏത് നല്ലത്, അപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച്. ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ കോൺഗ്രസ് ഇല്ലാതാവണമെന്ന്? കോൺഗ്രസ് വേണം ഇന്ത്യയിൽ. കാരണം കോൺഗ്രസ് ഒരു കൊലപാതക പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അഴിമതിയല്ല, പറയുന്നത് എന്തോ ചെയ്യുന്നത് എന്തോ, രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ലോകത്ത് ദുരന്തം വിധിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ തന്നെയാണ്. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇദ്ദേഹത്തിന് ഇയാൾ നല്ലത് സംഭവിക്കട്ടെ, ഇദ്ദേഹത്തിന് ഒരു നല്ല ഫ്യൂച്ചർ അതിനകത്ത് ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം മിസ്റ്റർ മനു, ഇയാൾ ഒരു 1-2 വർഷത്തിനകത്ത് തിരിച്ച് BJP-യിൽ വരും. കാരണം സംഘത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിക്കും മറ്റൊരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയില്ല. താങ്ക് യു. അവിടെ പോയി എത്തുമ്പോൾ തിരിച്ചു വരേണ്ടി വരുമെന്നാണ് ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് പറയുന്നത്. ഏതായാലും പ്രദീപ് പറഞ്ഞൊരു കാര്യം ഞാനും അടിവരയിട്ട് പറയാം. ഇത് പൊതുവേദിയിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നതിനൊരു വേദിയാക്കാതെ ഈ പൊതു അഭിപ്രായങ്ങൾ അത് പൊതു ആശയങ്ങളായി വരികയും അത് പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താൽ അത് കുറേ കൂടി നല്ലതായിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി, ഈ സന്ദീപ് വാര്യർ പോയതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രതികരണം, അത് ഈ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണം, അത് ആളുകളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെയൊക്കെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്ന് സന്ദീപ് വാര്യർ ആരോപിക്കുന്നു. അത് ഏതെങ്കിലും അർത്ഥത്തിൽ ശരിയാണോ? അതായത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ അടിയുറച്ച ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം, മരണം വരെയും ഞാനൊരു RSS-കാരനായിരിക്കും. BJP എന്ന് പറയുന്നതും RSS എന്ന് പറയുന്നതും കാര്യം അത് ഒരു കൂട്ടിക്കലർന്ന കഞ്ഞിവെള്ളവും ചോറും പോലുള്ള ബന്ധം അതിനുണ്ടെങ്കിൽ പോലും അതിനെ രണ്ടായിട്ട് കണ്ടാൽ മതി. സന്ദീപ് വാര്യര് RSS-കാരൻ ആയിരുന്നു എങ്കിൽ ആണ് എങ്കിൽ 1 വർഷം പോലും സന്ദീപ് വാര്യർക്ക് ഒരു പാർട്ടിയിലും, പിന്നെ ഇതിലേറെ ഒരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ CPM-ലേക്ക് പോയില്ല, വൃത്തിയിട്ട ചെളിക്കുണ്ടിലേക്ക് പോയില്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. കോൺഗ്രസിലേക്ക് പോയതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. പക്ഷെ ഒരിക്കലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു RSS-കാരന് ഒരിക്കലും മറ്റൊരു പാർട്ടി നിൽക്കാൻ പറ്റില്ല, ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം RSS-ന്റെ ആശയം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. BJP സന്ദീപ് വാര്യർ മടങ്ങി വരുമെന്നാണ് ശ്രീ ശിവജിയെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത് അല്ലേ?
തീർച്ചയായും തിരിച്ചു വരും ഈ അവിടെ ഒന്നും പുള്ളിക്കൊന്നും നിൽക്കാൻ പറ്റില്ല. എനിക്ക് സന്ദീപ് വാര്യരെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് സന്ദീപ് വാര്യരുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചാടി അങ്ങോട്ട് സ്വന്തം അച്ഛനെ കുറ്റം പറയുന്ന പോലെ ഈ പാർട്ടി എന്നൊന്നും പറയാതെ അയാൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ. അല്ല, പക്ഷെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ അദ്ദേഹം പുറത്തു വിടുകയാണ്. അതെ, ഞാൻ പറയട്ടെ മനു സാറേ, നമ്മള് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ചെളിക്കുണ്ട് രാഷ്ട്രീയത്തിൽ മൊത്തം കേട്ടോണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ തമ്മിൽ ആൾക്കാർ ചെളിവാരി എറിഞ്ഞ് ഇവര് എന്തൊക്കെ ഈ പാലക്കാട് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ ഇന്നിപ്പം കോഴിക്കോട് നടക്കുന്ന അടി കണ്ടോണ്ടിരിക്കുമല്ലായിരുന്നു നമ്മള്. കോഴിക്കോട് ഒരു ചെറിയൊരു തെരഞ്ഞെടുപ്പിന്. അപ്പൊ ഇതാണ് ഈ രാഷ്ട്രീയമാകെ നശിച്ച് നാറാണക്കല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറെ ഏതെങ്കിലും ഒരു മാണിക്യം ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയെന്ന് ഒക്കെ പേടായി പോയി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി പ്രതികരിച്ചതിന്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ശ്രീ ജയകുമാർ. ഈ രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രീ ജയകുമാറിന് എന്തു തോന്നുന്നു? ഇതിൽ സന്ദീപ് വാര്യർ പറയുന്നതിൽ, ആരോപിക്കുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എനിക്ക് ആദ്യം പറയാനുള്ള എന്താ വെച്ചാൽ സാറേ, ഇന്ന് വിളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല, വേറൊരു പ്രോഗ്രാമായിട്ട് നിന്നതാണ്. പക്ഷെ ഇന്ന് കിരണായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ വന്ന് ഇതിനു വേണ്ടി കുത്തിയിരുന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ നിരാശപ്പെട്ടു പോയി എന്നെ കണ്ടപ്പോ അല്ലേ? സാറാണെന്നുള്ള പിന്നാണ് അറിഞ്ഞത് സാറേ. ആ കിരൺ കാണിച്ച ഒരു വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഒരു മാധ്യമപ്രവർത്തകനെ വേറൊരു മാധ്യമപ്രവർത്തകനെ കുറ്റം പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇന്നലെ ഈ വിളിക്കുന്നവര് അവരുടെ പല അഭിപ്രായങ്ങൾ പറഞ്ഞെന്നിരിക്കും. ഇന്നലെ എന്നും ലാസ്റ്റ് 5 മണി ആകുമ്പോഴത്തേക്ക് ഒരുത്തനെ വിട്ടിട്ട് ഈ ആളുകളെ അത്രയും ആക്ഷേപിക്കാവുന്ന ഒരു പരിപാടി, അത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. കിരൺ ഇന്നലെ അയാളെ കൊണ്ട് മനഃപൂർവ്വം പറയിച്ചാണ്. അങ്ങനെ മനഃപൂർവ്വം. ഇതിലേ സത്യം എന്താന്ന് വെച്ചാൽ ശ്രീ, ഞാനും തമ്മിൽ കുറെ ദിവസങ്ങളായി നമ്മൾ സ്ഥിരം സംസാരിക്കുന്നതാണല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ കൊണ്ട് മനഃപൂർവ്വം വിളിപ്പിക്കാൻ പറ്റില്ല. അവര് വിളിക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു നിയന്ത്രണവുമില്ല. ഞാൻ ഒരു ഇയർ പീസുമായി വെച്ച് PCR കണക്റ്റഡ് ആണ്. അവിടുന്ന് കിട്ടുന്ന അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വിളിക്കുന്ന ആരും അല്ല പറഞ്ഞത്. ഈ ആളുകളെ അധിക്ഷേപിക്കാൻ മനഃപൂർവ്വം വിളിക്കുന്നതാണ് പറഞ്ഞത്. അധിക്ഷേപിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഏതായാലും കിരൺ ബാബു അങ്ങനെ ആളുകളെ അധിക്ഷേപിക്കാൻ നിന്നു കൊടുക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനും ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ അപ്പൊ ആദ്യമായിട്ട് ആ പാർട്ടി പറയുന്നത് ഈ ഞാൻ പറയുമ്പോൾ തടസ്സപ്പെടുത്തരുത്. ഇല്ല, നിങ്ങൾ പറയുമ്പോൾ തടസ്സപ്പെടുത്തൂല്ല എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് ഞാൻ തടസ്സപ്പെടുത്തൂല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് അയാൾ ആ വേദാധീനം അത്രയും പറയിച്ചു. ബാക്കിയുള്ളവരോട് പറഞ്ഞല്ല, എസ്ആർനോ ക്വസ്റ്റ്യൻ ആണ് ബാക്കിയുള്ളവരോട് ചോദിച്ചു. ആരെയും സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഇയാളെ മാത്രം സംസാരിച്ചു. ഇത്രയും വിഷമം തോന്നാൻ കാരണം വയനാടില് BJPക്കാരും കോൺഗ്രസുകാരും 10 പൈസ കൊടുത്തില്ല എന്നാണ് ഇയാളെ പറയുന്നത്. ഈ കോൺഗ്രസുകാരും BJPക്കാരും കൊടുത്താൽ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഈ സഹാക്കന്മാരും കട്ടും മോടിച്ചും കൊണ്ടുപോകണത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ അത്രയും കേൾക്കുന്നതല്ലേ. ഇത് ഇവര് മാത്രമാണ് കൊടുത്തെങ്കിൽ ബാക്കിയുള്ളവരെ പറയാൻ നടന്ന കെഞ്ചേണ്ട കാര്യം എന്തിനാണ്? ശരിയല്ല. അത് പക്ഷെ നമ്മൾ ആ കഴിഞ്ഞ വിഷയം ആയതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. ഏതായാലും നമുക്ക് പരമാവധി ഈ വിഷയത്തിലേക്ക് നിൽക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളിപ്പോ ഒരുപാട് സംസാരിച്ചല്ലോ. ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. പലരും വിളിച്ച് പല അഭിപ്രായം പറയും. പറ്റില്ല, നിങ്ങൾ കട്ട് ചെയ്ത് പോവാം. ഇത് ബാക്കിയുള്ളവരെ വിളിച്ച് ആക്ഷേപിക്കാതെ പറഞ്ഞാൽ വെറും മോശപ്പെട്ട പരിപാടി. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. രഘുനന്ദനൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, തിരുമുല്ലവാരത്ത് നിന്നാണ് അദ്ദേഹം ഈ നമ്മുടെ പരിപാടി കാണുന്നത്. അദ്ദേഹം പറയുന്നു, BJPയിൽ പല പ്രശ്നങ്ങളുണ്ട്, അതാണ് ആ പാർട്ടി വളരാതിരിക്കാനുള്ള കാരണം എന്നും സന്ദീപ് വാര്യർ വഴി ഇപ്പോൾ BJPക്കാർക്ക് തോന്നിത്തുടങ്ങി എന്നുമാണ് രഘുനന്ദനൻ പറയുന്നത്. BJP വളരുന്നുണ്ടല്ലോ, അത് വളർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലും എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത എല്ലാം തികഞ്ഞ ആരുമില്ല, ഒരു പ്രസ്ഥാനവുമില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഉണ്ടാകും. മധുസൂദനൻ നായർ പറയുന്നു, സുരേഷ് ഗോപി ജയിച്ചു പോയതിലുള്ള ചുരുക്ക് മാപ്രകൾക്ക് തീർക്കാനുള്ള ഒരു അവസരം. സന്ദീപ് ഒരു അവസരവാദി എന്നാണ്. സുരേഷ് ഗോപി ജയിച്ചതിൽ സന്തോഷം. സന്ദീപ് വാര്യർ പാർട്ടി മാറിയാലും ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സുരേഷ് ഗോപി ജയിച്ചാലും അല്ല വേറെ മറ്റ് മണ്ഡലങ്ങളിൽ ആര് ജയിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചോളം അവർ നമ്മുടെ നാടിൻ്റെ ജനപ്രതിനിധികളാണ്. ഈ നാടിന് എന്തെങ്കിലും നന്മ ചെയ്യും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജനം ഓരോ സ്ഥാനാർത്ഥിയും തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഞങ്ങൾക്കാരോടും ചുരുക്കില്ല. ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ നിങ്ങൾക്കും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്കും പറയാനുള്ളത്.
ഓന്തു വാര്യർ എന്നൊക്കെ ശോഭ പറയുന്നു. അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരാൾക്ക് അയാളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എപ്പോഴും മാറ്റാനുള്ള ഒരു സാഹചര്യമുണ്ട്. അമ്പിളി എന്നൊരു പ്രേക്ഷകൻ എഴുതുന്നു സന്ദീപ് വാര്യരുടെ അന്ത്യം എന്ന്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആളുകൾ പല രാഷ്ട്രീയ ആശയങ്ങളിൽ വിശ്വസിക്കട്ടെ. ഇത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അപ്പുറത്ത് പോട്ടെ, വേണമെങ്കിൽ തിരിച്ചു പോകട്ടെ. അതൊക്കെ ആ പാർട്ടികളെയും വ്യക്തികളെയും സംബന്ധിക്കുന്ന കാര്യമാണ്. കൊടകര കുഴൽ ഒറ്റയ്ക്ക് മിഴുങ്ങിയോ എന്നൊക്കെയാണ് മൻസൂർ ചോദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. ഏതായാലും ആ കേസൊക്കെ അന്വേഷിച്ച് പോലീസ് കണ്ടെത്തേണ്ടതാണ്. സുമേഷ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു അദ്ദേഹം ഒരു പ്രൗഡ് RSS വർക്കറാണ് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാഭിമാനം വളരെ നല്ലത് തന്നെ. അത് ജനനന്മയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്തണം എന്നാണ് പൊതുവേദിക്ക് പറയാനുള്ളത്. SKN പറയുന്നു ഇവനെപ്പോലുള്ള നേതാക്കൾ ഉണ്ടായാൽ ആ പാർട്ടി വളരില്ല എന്ന്. ഏതായാലും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒരാളെ കുറ്റം പറയുകയും പിന്നെ അയാൾ പോകുമ്പോൾ തിരുത്തി പറയുകയും ചെയ്യുന്നത് ഒരു ശരിയായ പരിപാടിയല്ല. പടവലങ്ങ പോലെ വളർന്നു BJP എന്നാണ് യൂസുൾ പറയുന്നത്. അത് ഓരോ പാർട്ടിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. അതൊക്കെ പാർട്ടികൾ പിന്നെയും തുടരും. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും അന്തിമമല്ല. ഒപ്പം തന്നെ അജ്നാസ് TC പറയുന്നു സന്ദീപിൻ്റേത് വളരെ നല്ല ഒരു തീരുമാനം ആണ് എന്ന് പറയുന്നു. വർഗീസ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് സംഗീത് ചാനൽ മോങ്ങുകയാണല്ലോ എന്നാണ്. എനിക്ക് ഇത് ശ്രീ വർഗീസിനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മോങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഈ വർഗീസിനെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നിപ്പോൾ ആളുകൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഞങ്ങൾക്കിപ്പോൾ ഒരാൾ പാർട്ടി വിട്ടു പോയാലും പാർട്ടിയിലേക്ക് വന്നാലും എല്ലാം ഞങ്ങൾ വാർത്ത കൊടുക്കുന്നു. നൂറുകണക്കിന് ആളുകൾ BJPയിലേക്ക് വന്നപ്പോൾ ആ വാർത്തയും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആളുകൾ വിട്ടുപോകുമ്പോഴും അത് ഞങ്ങൾ വാർത്തയായി കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാർത്ത കൊടുക്കുമ്പോൾ വേദനിക്കുന്ന ചില മനുഷ്യരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ കുറേ കൂടി വിശാല മനസ്കരാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. BJPക്ക് കേരളത്തിൽ ഒരു മെച്വർ നേതാവില്ല എന്ന് നൈസ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ഏതായാലും അവരും അങ്ങനെ BJP അംഗീകരിക്കുമോ എന്ന് അറിയില്ല. BJPക്ക് ആണ് നല്ലത് സന്ദീപ് വാര്യർ പോയത് എന്ന് ജിഷ്ണു വിജയ് പ്രതികരിക്കുന്നു. ഏതായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ കാര്യം തീരുമാനിക്കും. ഏതായാലും രാജൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം കുറേ നേരമായി കാത്തു നിൽക്കുന്നു. ശ്രീ രാജൻ, എക്സ്ട്രീംലി സോറി, താങ്കളെ കുറേ നേരം അവിടെ ഫോണിലുണ്ടെന്നറിഞ്ഞു. പക്ഷേ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ പ്രതികരണങ്ങൾ വന്നപ്പോൾ അതിങ്ങനെ വായിച്ചു പോയി എന്ന് മാത്രം. താങ്കൾ പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ടും താങ്കളോടുള്ള അമിത സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും കുറച്ച് വൈകി എന്ന് മാത്രം. എനിക്ക് കുഴപ്പമില്ല. പിന്നെ മനസ്സറിയാം, ഞാൻ പറയാൻ പോയത് ഇതാണ്. കോൺഗ്രസിൽ ഏകദേശം 40ഓളം നേതാക്കന്മാർ എങ്ങും എത്താതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അജയ് തറയിന്റെ ഒക്കെ പിന്നെ പടം കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടം തോന്നി. രമേശ് ചെന്നിത്തല, K. സുധാകരൻ, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ മുരളീധരൻ, ഇതുപോലെ കുറെ നേതാക്കന്മാര് അവിടെ നിന്ന് അതിനകത്ത് നിന്ന് പുഴുത്ത് നാറി നിൽക്കുകയാണ്. എവിടെ പോകണം, എന്താ ചെയ്യണമെന്നറിയാതെ. ഇവരുടെയൊക്കെ ഭാവി വളരെ മോശമാണ്. ഇവരെയൊക്കെ വെറും കരിയാപ്പല പോലെ ഇരിക്കുന്ന സ്ഥലത്ത് ഈ സന്ദീപ് വാര്യർ അവിടെ ചെന്ന് എന്തിന് ചേർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഏകദേശം 200ഓളം MPമാരും MLAമാരും കോൺഗ്രസിൽ നിന്ന് പോയവരാണ്. അവർക്കെല്ലാം സ്ഥാനങ്ങൾ കിട്ടി. പക്ഷേ ഈ സന്ദീപ് വാര്യർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് മനസ്സിലാകുന്നില്ല. 100 കണക്കിന് ആൾക്കാർ അതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു സ്ഥലത്തും എത്തിച്ചേരാത്ത 100 കണക്കിന് കോൺഗ്രസിന്റെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോയടുത്ത് പ്രത്യേകിച്ച് വളരാനും സാധ്യതയില്ലെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അതെ അതെ. നമ്മുടെ സുധീറിനെ കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് അയ്യോ എനിക്ക് കഷ്ടം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. പാവം എവിടെ പോയി എന്തോ ചെയ്തെന്ന് അറിയാൻ വയ്യ. VM സുധീരനോ? VM സുധീരൻ. അല്ല, അദ്ദേഹത്തിന് ഇനി എന്താണ് പാർട്ടി കൊടുക്കേണ്ടത്? അദ്ദേഹം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു, അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ചു, അദ്ദേഹം ഈ കേരളത്തിൽ ഒരു നീളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇനി എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? ഇത്രയും പോരെ? പുള്ളി പിന്നെ മുഖ്യമന്ത്രിയാൻ നിൽക്കുകയായിരുന്നു. പുള്ളി എല്ലാവരും കൂടി ചാവുട്ടി പുറത്താക്കി എന്നുള്ളതാണ്. അത് എല്ലാവരെയും മുഖ്യമന്ത്രി ആക്കാൻ പറ്റും. ഏതായാലും അങ്ങക്ക് ശ്രീ സുധീറിനെ കണ്ടപ്പോൾ ഒരു മുഖ്യമന്ത്രി ആയത് നന്നായിരുന്നു എന്ന് തോന്നി. എനിക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം വലിയൊരു ആദർശധീരനാണ് എന്നാണ് ഞാനും വിചാരിക്കുന്നത്. യെസ്, വ്യക്തമാണ് എന്തായാലും താങ്കളുടെ അഭിപ്രായം. ഷമീർ എഴുതുന്നു പോയത് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക്, പക്ഷേ കരച്ചൽ മുഴുവൻ AKG ഭവനിലാണ് എന്നാണ് ഷമീർ അബ്ദുൽ ഖാദർ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. AKG ഭവനിലേക്ക് വരുമെന്ന് പ്രതീക്ഷ ചിലപ്പോൾ അവർക്കുണ്ടായിരുന്നിരിക്കാം.
അങ്ങനെ കരച്ചിലൊന്നുമില്ല. ഇത് ഒരു ബൂർഷ്വാ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ബൂർഷ്വാ പാർട്ടിയിലേക്ക് പോയി എന്നേ കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അനീഷ് കൃഷ്ണൻ പറയുന്നത് ഇത്രയും നാൾ ഒരു ആശയത്തിനൊപ്പം നിന്നിട്ട് പിന്നെ എങ്ങനെയാണ് മാറ്റി ചിന്തിക്കാൻ പറ്റിയത്? ആശയപരമായ കാരണങ്ങൾ കൊണ്ടല്ലല്ലോ സന്ദീപ് പോയത് എന്ന് ചോദിക്കുന്നു അനീഷ് കൃഷ്ണൻ. അതുപോലെ മെഹമൂദ് പി പറയുന്നു സന്ദീപ് ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ് മെഹമൂദ് പറയുന്നത്. കൃത്യമായ തീരുമാനം കൃത്യമായ ശരിയായ സമയത്ത് എടുത്തു സന്ദീപ് എന്നാണ് മെഹമൂദ് പറയുന്നത്. മനോജ് മലയാളം പ്രോഗ്രാം പറയുന്നത് അയാൾക്ക് ഒരു MLA സ്ഥാനം കൊടുക്കാം എന്ന് കോൺഗ്രസ് പാർട്ടി വാഗ്ദാനം കൊടുത്തതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോയത് എന്നാണ്. അതൊക്കെ അങ്ങനെയൊക്കെ വാഗ്ദാനം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളത് നമുക്ക് സംശയത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കണ്ണൻ നായർ പറയുന്നു ബക്കറ്റിലെ കടൽ വെള്ളം എന്നത് പഴയ ഈ VS-ൻ്റെ പ്രസംഗം ആണ് അനുസ്മരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. VS-ഉം പിണറായിയും തമ്മിൽ ബക്കറ്റിലെ വെള്ളത്തെക്കുറിച്ചൊരു തർക്കമുണ്ടായില്ല, അതാണ് എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയെങ്കിലും പൊളിറ്റിക്സ് സംശുദ്ധമാകട്ടെ എന്ന ഒരു നിലപാടാണ് CN പ്രശാന്ത് പറയുന്നത്. സിദ്ദിഖ് പറയുന്നു നെക്സ്റ്റ് ആര് പോകും എന്നാണ് ചോദിക്കുന്നത്. അമ്പിളി ഞാൻ പറഞ്ഞെന്തോ കറക്റ്റ് എന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഏതായാലും എന്നെ പിന്താങ്ങുന്നു എന്നതിൽ ഞാൻ പിന്നെ അമ്പിളിയോട് എൻ്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. നൈസ് പറയുന്നു CPM-ന് ഇനിയും മനപ്രയാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. തോമസ് KC പറയുന്നു സരിൻ ഇവിടെ വിജയിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. സന്ദീപിൻ്റെ മുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ പറിക്കും എന്ന് പറയുന്നു രാമചന്ദ്രൻ V. സൂരജ് ചന്തേരി പറയുന്നു സന്ദീപ് സ്ഥാനമോഹിയാണ്, ആദ്യം നെഞ്ചോട് ചേർത്ത ഒരാൾക്കും കൂട് വിട്ട് പോകാൻ കഴിയില്ല എന്ന്. ഏതായാലും രാഷ്ട്രീയത്തിൽ ഇത്തരം സ്ഥാനമാനങ്ങൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ബിനു ഇരുമ്പിൽ പറയുന്നു പൊളിറ്റിക്സ് സംശുദ്ധമാകട്ടെ എന്ന്. സുമേഷ് V പറയുന്നു I am born in a poor family but don't want any seats. I want development of my country. Support RSS എന്ന്. ഏതായാലും സുമേഷ് V പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെയുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിലും വരട്ടെ എന്നാണ് പൊതുവേദിക്കും ആശംസിക്കാനുള്ളത്. ജോസഫ് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ഇത് എങ്ങനെ കാണുന്നു? സന്ദീപ് വാര്യർ BJP-യുടെ ഒരു വലിയ പോരാളിയായിരുന്നു. ഷൊർണൂറിൽ അദ്ദേഹം മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഏതാണ്ട് 2ാം സ്ഥാനത്തേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ 1000 വോട്ടിനാണ് അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് ആയിപ്പോയത്. അപ്പം BJP ഷൊർണൂർ പോലൊരിടത്ത് മുന്നേറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ സന്ദീപ് വാര്യർ പോകുമ്പോൾ അത് ചെറുത് തോതിലെങ്കിലും പാർട്ടിക്ക് ക്ഷീണമല്ലേ? ഇതിപ്പോ ചാരായം ഷോപ്പിൽ കയറുന്ന ആള് ചാരായ ഷോപ്പിൽ മാറി കള്ള് ഷോപ്പിൽ കയറിയ മാറിയുണ്ട്. ഈ പെണ്ണ് കേസിലും അഴിമതി കേസിലും 2 പാർട്ടിയും തുല്യ. വർഗീയത BJP-ക്ക് കൂടുതൽ മാത്രം. പെണ്ണ് കേസ് കോൺഗ്രസ് തന്നെ ചാമ്പ്യൻ. പിന്നെ CPM ഒക്കെ കൂടെ ഉണ്ടെന്ന് നടക്കുന്ന 1000 രൂപ നമ്മളെ കിട്ടുന്നത് ആലോചിക്കുക. സാക്ഷരത വിദ്യാഭ്യാസം കൂടെ വന്നത് ആലോചിക്കുക. എനിക്ക് എന്താണ് ഈ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ ക്ലാരിറ്റി കുറവുണ്ട്. ഏതായാലും ഇത്തരം പ്രയോഗങ്ങൾ ഇത്തരം ഒരു ഉപമകൾക്കാളൊക്കെ അപ്പുറത്തേക്ക് എത്ര മനോഹരമായ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉപമിക്കാനുണ്ട് ഈ കള്ള് ഷാപ്പിനെ കുറിച്ചും ചാരായ ഷാപ്പിനെ കുറിച്ചും പറയുന്നതിനപ്പുറത്തേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അബ്ദുറഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ, ഈ സന്ദീപ് വാര്യർ ഒരു BJP-യുടെ ശക്തനായ വക്താവായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു നേതാവാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ കൂടുതൽ കരുത്തനാകുമോ? ഹലോ, നമസ്കാരം സാറാ. നമസ്കാരം. 12 മിനിറ്റായി കാത്തിരിക്കുന്നു. ആണോ? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് BJP-ന്റെയും മറ്റേ കോൺഗ്രസിന്റെയും ഗാന്ധിയന്മാർ വന്നിട്ട് CPM-നെ നല്ലോണം മോശപ്പെട്ട കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പോയി. അവരോടെല്ലാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ആട്ടും കാഷ്ടും കുരുമുളകും തിരിച്ചറിയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇനി വിഷയത്തിലേക്ക് വരാം. ഹലോ, വിഷയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ കറക്റ്റായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു കൈ കോൺഗ്രസും ഒരു കൈ RSS ആണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ ശരീരത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം BJP ആണ്. അപ്പം BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയാൽ 2 പേരും ഒരു ഹൃദയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നത്. അപ്പൊ അവർക്ക് ഒരു നല്ലൊരു സന്തോഷമായി. സന്ദീപ് വാര്യർക്ക് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുകയും ചെയ്യാം. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയുടെയും ചാക്കിൽ കെട്ടിവെച്ച സ്ത്രീകളെ വെച്ചിട്ട് ബലാത്സംഗം ചെയ്ത് കെട്ടിവെക്കുന്നതും ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായതാണ്. പക്ഷെ ഇപ്പം CPM-ന്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ചു പേര് ജയിച്ചു വന്നു എന്ന് ഹലോ, കോൺഗ്രസ്സുകാർ CPM-ന്റെ സഹായത്തോടെ ജയിച്ചു വന്നോ?
എന്റെ ഈ എവിടുന്നെല്ലാം കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഈ 3 ഇരട്ടി സീറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ CPM യെച്ചൂരിയും ഒക്കെ കറക്റ്റായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി നോക്കിക്കോ, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് അവർക്ക് ഈ സീറ്റൊന്നും കേന്ദ്രത്തിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ BJP കൂടുതൽ ശത്രുത ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു അവകാശവാദം ആദ്യമായി ഉന്നയിക്കുന്ന ഒരാളാണ് താങ്കൾ. എനിക്ക് സമയമില്ലാത്ത ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. എത്ര സ്ഥലത്ത് അവർ ജയിച്ചു വന്നിട്ടുണ്ട്. ശരി, ഹലോ, ശരി, സമ്മതിച്ചു. ഏതായാലും സമയപരിമിതി കൊണ്ടാണ് 2-3 പ്രേക്ഷകർ വീണ്ടും യൂട്യൂബിൽ വരുന്നു. സിദ്ദിഖ് പറയുന്നു ഇനി അടുത്ത് നെക്സ്റ്റ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് അവർ പറയുന്നത്. വെയിറ്റ് ആൻഡ് സീ എന്നാണ് അത്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ അംഗീകരിക്കുന്നില്ല. സന്ദീപിൻ്റെ VD സതീശൻ KPCC പ്രസിഡന്റ് ആക്കും എന്നൊരു ഓഫർ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു CN പ്രശാന്ത്. ഇതൊക്കെ പ്രശാന്തിന് എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജയ് കുമാർ ചങ്ങനാശ്ശേരി ഒറ്റ വാക്കിൽ പറഞ്ഞിറങ്ങും. നമുക്ക് സമയം വല്ലാതെ കുറഞ്ഞുപോയി. സോറി. അല്ല, ഒറ്റ വാക്കിൽ പറയാൻ വേണ്ട, 2 വാക്ക്. നിറയെ കായ്ഫലമുള്ള ഒരു തെങ്ങിൽ നിന്ന് 1-2 വെള്ളക്ക അടന്ന് വീണെന്ന് കരുതി എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ മനസ്സിലായല്ലോ. അപ്പൊ സന്ദീപിന്റെ പോക്ക് അങ്ങനെയുള്ളൂ. BJPക്ക് ഒരു ഈ അടക്കകൾ അടർന്നു വീഴുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ആത്മപരിശോധന നടത്താൻ തെങ്ങുകൾ തയ്യാറാകുമോ? അല്ല, ജെല്ലി കുത്തിയൊക്കെ വീടില്ലേ, അതൊക്കെ സ്വാഭാവികമല്ലേ. ഈ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ഇങ്ങനെ വരില്ലേ, മനുഷ്യർക്ക് തന്നെ വരുന്ന പോലെ ഈ ചെടികൾക്കൊക്കെ വരത്തില്ലേ. അതിനെ ആ രീതി കണ്ടെച്ചാൽ മതി. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട് സന്ദീപിനോട്. സന്ദീപ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. കാരണം അതിനെ ഞാനൊന്ന് കംപ്ലീറ്റ് കയറി നോക്കി. അയാളുടെ കംപ്ലീറ്റ് ട്വീറ്റില് ഒരു 99% രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ടുള്ളതാണ്. അതെല്ലാം കുത്തിപ്പൊക്കും ആളുകളല്ലേ. അത് ഇട്ടുകൊണ്ട് അയാൾ തുടരുന്നത് 1% ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ചിട്ടുള്ളത്. 99% കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നൊരു 2-3 മണിക്കൂർ എടുത്ത് നോക്കിയത്. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ഏതായാലും എന്നോട് സഹകരിച്ചതിന്. ബിനു ഇരുമ്പിൽ പറയുന്നു അധികാരമോഹങ്ങൾ ആദർശത്തെ കുഴിച്ചുമൂടുമെന്ന്. പാലക്കാട് കോൺഗ്രസിനൊരു ചാൻസ് ഉണ്ടായിരുന്നു, അതും നശിപ്പിച്ചു എന്ന് മിനു പറയുന്നു. അങ്ങനെ കുറേ പേരുടെ അത് വായിക്കാൻ കഴിയുന്നില്ല. ഷിജിത്ത് കുറവത്ത് പറയുന്നു കേരളത്തിൽ CPM-ൽ നിന്നും BJP-യിലേക്ക് പോയി എന്ന്. മിസ്റ്റർ മനു, താങ്കൾ പറയുന്നത് കേട്ടു. രാഷ്ട്രീയ കാലുമാറ്റത്തിന് ആദർശമുഖം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അധികാരമോഹം അല്ലാതെ എന്ന് അങ്ങനെ അദ്ദേഹം പറയുന്നു. ഏതായാലും അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ഷിജിത്ത് കുറുവത്തും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യൂട്യൂബിൽ ഇതിനെ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. സന്ദീപിൻ്റെത് ശരിയായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നോ എന്നാണ് പൊതുവേദി ചോദിച്ചത്. അതിൽ 66% ആളുകളും യെസ് എന്നാണ് പറയുന്നത്. സന്ദീപ് പോയത് നന്നായി എന്ന് പറയുന്നു. എന്നാൽ 44% ആളുകൾ സന്ദീപിൻ്റെത് തെറ്റായ ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന വിലയിരുത്തലാണ് നടത്തുന്നത്. കൂടുതലും കോൺഗ്രസ്സുകാരാണോ വോട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവിധ പിന്തുണകൾക്കും നന്ദി.